പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുന്നണികൾ ജാഥകളുമായി രംഗത്ത് വരാറുണ്ട്. ഇത് ഒരു പുതിയ സംഭവമല്ല. രമേശ് ചെന്നിത്തല ജാഥ നടത്തിയിട്ടുണ്ട്, പിണറായി വിജയൻ ജാഥ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ജാഥകൾ നടക്കും. രണ്ട് ജാഥകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വി.ഡി. സതീശൻ നടത്തുന്ന ഒരു ജാഥ, അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നു. അതിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വി.ഡി. സതീശനാണ് അതിൻ്റെ നേതൃത്വം. എന്നാൽ LDFിൻ്റെ ഭാഗത്തു നിന്ന് പിണറായി വിജയന് ജാഥ നടത്താൻ കഴിയില്ല. കാരണം 82 വയസ്സായി, വന്ധ്യ വയോധികനാണ്, എന്തോ മാറാ രോഗമുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാഥ നടത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള പിന്നെ ബസ്സും അതായത് മലമൂത്ര വിസർജനം പോലും ബസ്സിൽ നടത്താൻ കഴിയുന്ന സൗകര്യങ്ങളോടുകൂടിയുള്ള ബസ്സും 2 പടി താഴത്തോട്ടിറങ്ങുന്നതിന് ലിഫ്റ്റും ഒക്കെ വേണം. മനസ്സിലായി? അങ്ങനെയൊക്കെ ഉള്ള വണ്ടികളിൽ മാത്രമേ അയാൾക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കാൻ കഴിയില്ല. ഇപ്പോൾ 82 വയസ്സുണ്ട്. അതുകൊണ്ട് പിണറായി വിജയനെ കൊണ്ട് അത് കഴിയില്ല. അതുകൊണ്ട് LDFിൻ്റെ 3 ജാഥകളാണ് നടന്നുകൊണ്ടത്. അതിലൊരു ജാഥ, അതിലൊന്നോ രണ്ടോ ജാഥകൾ ഇപ്പോൾ അവസാനിച്ച് കഴിഞ്ഞു എന്നത്. അതിലൊന്ന് വടക്കുന്ന് MP ഗോവിന്ദൻ, വടക്കുന്നുള്ള MP ഗോവിന്ദൻ്റെ ജാഥ എന്ന് പറയുന്നത് നമുക്കൊക്കെ പൊട്ടിച്ചിരിക്കാൻ ഒരുപാട് അവസരങ്ങൾ തന്നുകൊണ്ട് തുടരുന്നൊരു ജാഥയാണ്. ആ ജാഥ യഥാർത്ഥത്തിൽ അവസാനിക്കരുത്, തിരുവനന്തപുരം വരെ അത് തുടരണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കാരണം അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ചിരിക്കാനും കൈയടിക്കാനും തലതല്ലി ചിരിക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടും. അതുകൊണ്ട് ആ ജാഥ തീരാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അതും തീരും. പിന്നീടുള്ളത് തെക്കെന്നുള്ളൊരു ജാഥ ഉണ്ടായിരുന്നു. അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അയാളും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, പക്ഷേ കുറച്ച് ഗൗരവത്തിലാണെന്നേ ഉള്ളൂ. ആ ജാഥ ഏതാണ്ട് അവസാനിച്ചു. പിന്നുള്ളത് ജോസ് കെ മാണിയുടെ ജാഥയായിരുന്നു. ജോസ് കെ മാണിയുടെ ജാഥ അവസാനിക്കുമ്പോൾ ജോസ് കെ മാണി ഗ്രൂപ്പിൽ ആരും അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. മാണിയുടെ മകൻ്റെ ഒരു ദയനീയാവസ്ഥ കണ്ടാൽ നമുക്ക് വലിയ ദുഃഖം തോന്നും. ആ പാർട്ടി ഏതാണ്ട് റോഷി അഗസ്റ്റിൻ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ 2 ജാഥകളും തീർന്നിരിക്കുന്നു. ഗോവിന്ദൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫലത്തിൽ UDFിൻ്റെ ഒരു ജാഥ നടക്കുന്നു, LDFിൻ്റെയും വേറൊരു ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ഈ 2 ജാഥകളെ കുറിച്ചിട്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ. ഞാൻ യഥാർത്ഥത്തിൽ ജാഥകളിൽ പങ്കാളിയായിട്ടില്ല. പക്ഷേ മഹാനായ VS അച്യുതാനന്ദനോടൊപ്പം 2 തവണ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗ പര്യടനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ജാഥയായിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ 2 തവണയല്ല 3 തവണ എന്ന് വേണേൽ പറയാം. എന്തായാലും കൃത്യമായി പറഞ്ഞാൽ 2005 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആ സമയത്ത് VS തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയിട്ടുള്ള VSൻ്റെ ജാഥയിൽ VSൻ്റെ പ്രസംഗ പര്യടനത്തിൽ VSനോടൊപ്പം കാറിൽ ഞാനുണ്ടായിരുന്നു. 2005. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ VS നടത്തിയിട്ടുള്ളൊരു പ്രസംഗ പര്യടനമുണ്ട്. ആ പ്രസംഗ പര്യടനത്തിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ VS 2006 നടത്തുന്ന പ്രസംഗ പര്യടനം എന്ന് പറയുമ്പോൾ VSന് ഏതാണ്ടൊരു എനിക്ക് തോന്നുന്നൊരു 84-85 വയസ്സുണ്ട്. ആ 84-85 വയസ്സുള്ള സമയത്താണ് VS, എനിക്കറിയില്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അംബാസഡർ കാറിലാണെന്ന് തോന്നുന്നത്, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പ്രസംഗ പര്യടനം നടത്തിയത്. എന്നാൽ ഈ 82 വയസ്സുകാരനായിട്ടുള്ള പിണറായി വിജയൻ അതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അത് പോട്ടെ, ഞാനതിൻ്റെ സമയപരിമിതി കൊണ്ട് ഞാനതിനകത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ആ 2 ജാഥകളിൽ ഞാൻ പങ്കെടുത്തു. അതിൽ 2006 VSനോടൊപ്പം പങ്കെടുത്ത ആ ജാഥയുടെ ഓർമ്മകൾ ഞെട്ടിക്കുന്നതാണ്. കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും 10,000-കണക്കിന് ആളുകളാണ് ജാഥയിൽ VSനെ കാണാൻ വരുന്നത്. കണ്ണേക്കാരളെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട്. അതിനെക്കുറിച്ച് തന്നെ, ആ അനുഭവങ്ങളെക്കുറിച്ച് തന്നെ വേണമെങ്കിൽ ഒരു വീഡിയോ, ഒരു മുഴുനീള വീഡിയോ എനിക്ക് ചെയ്യാം. കാരണം അതുപോലൊരു ജാഥ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ ചെന്നാലും ആ ജാഥ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് കുണ്ടറയിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ വെച്ചാണ് VS ഈ സ്ത്രീപീഡനം നടത്തിയിട്ടുള്ള നരാധമന്മാരെ കയ്യാമം വെച്ച് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കും എന്ന് അത് അവിടെ വെച്ചാണ് VS പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ മീറ്റിങ്ങിലും ഒരു 4,000 ആളുകളാണ് ഏറ്റവും ചുരുങ്ങിയത്. ഒരു 10,000-20,000 ആളുകൾ വരെയൊക്കെ ആ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ജാഥയിൽ, ആ പ്രസംഗ പര്യടനത്തിൽ VSനോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. പശ്ചാത്തലമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, നമുക്ക് ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. 2 ജാഥകൾ നടക്കുന്നു. ആ 2 ജാഥകൾ തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിൽ UDFിൻ്റെ ഒരു ജാഥ കാസർഗോഡ് നിന്ന്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മലപ്പുറത്തൊക്കെ എത്തിയെന്ന് തോന്നുന്നു ആ ജാഥ.
ആ ജാഥയുടെ വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ജാഥയുടെ വിഷ്വൽസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ടാ, ആ ജാഥയിൽ ആയിരക്കണക്കിന് ജീവനുള്ള ആളുകൾ, മജ്ജയും മാംസവുമുള്ള, രക്തഓട്ടമുള്ള, ചിന്തിക്കുന്ന ജനങ്ങൾ വൈകാരികമായി UDFൻ്റെ ജാഥയിൽ പങ്കെടുക്കുന്നതാണ് നമ്മളെല്ലാ ദിവസവും കാണുന്നത്. അതിൽ ഈ പ്രതിപക്ഷ നേതാവിനെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് സ്റ്റേജിലൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. പക്ഷേ UDFൻ്റെ ആ ജാഥയിലെ ജനബാഹുല്യം നമ്മളൊന്ന് കാണണം. UDFൻ്റെ ആ ജാഥയിലെ ജനങ്ങളുടെ വികാരപ്രകടനം നമ്മളൊന്ന് കാണണം. അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിക്കുന്ന, മജ്ജയും മാംസവുമുള്ള, രക്തവോട്ടമുള്ള, ചിന്തിക്കുന്ന ജനങ്ങളാണ് UDFൻ്റെ ജാഥയിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏത് യോഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും തിങ്ങി നിറഞ്ഞ പൊതുയോഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. തിങ്ങി നിറഞ്ഞ പൊതുയോഗങ്ങൾ. പ്രസംഗമൊന്നും ഈ പറഞ്ഞ പോലെ സതീശൻ്റെ പ്രസംഗം അല്ല കൂടെയുള്ളവരുടെ പ്രസംഗമൊന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന നിലയിലുള്ള പ്രസംഗങ്ങളൊന്നും അവർ നടത്തുന്നില്ല. പക്ഷേ ജനബാഹുല്യം കൊണ്ട് വ്യത്യസ്തമാണ് UDFൻ്റെ ജാഥ. അതിൻ്റെ പേരെനിക്കറിയില്ല, എന്താ പുതുയുഗ ജാഥ എന്നങ്ങണ്ടാ പറയുന്നത്. ആ ജാഥ ജനബാഹുല്യം കൊണ്ട് അത് വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ അതിലൂടെ പ്രതിഫലിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ കൊടിയ മർദ്ദനത്തിലൂന്നിയുള്ള, അഴിമതിയിലൂന്നിയുള്ള, ജനവിരുദ്ധതയിലൂന്നിയുള്ള, കഴിഞ്ഞ 10 വർഷക്കാലത്തെ വർഗീയതയിലൂന്നിയുള്ള പിണറായി വിജയൻ്റെ ഭരണത്തോടുള്ള ജനങ്ങളുടെ ഈ വികാരം പൊട്ടി ഒഴുകുന്നതാണ് UDFൻ്റെ ഈ ജാഥകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ UDF കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല, ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും നടത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പിണറായി വിജയൻ പോകണമെന്നുള്ള ജനങ്ങളുടെ ഒരു വികാരമുണ്ടല്ലോ, അതിങ്ങനെ പൊട്ടി ഒഴുകുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. അതിങ്ങനെ വിങ്ങി വിങ്ങി ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയും പിണറായി വിജയനെ എത്രയും പെട്ടെന്ന് അങ്ങ് തായ്ക്കണ്ടിയിലേക്ക് പറഞ്ഞു വിടാനുള്ള സാധാരണ ജനങ്ങളുടെ ഒരു അഭിവാഞ്ച, അതാണിങ്ങനെ. ഇപ്പം ഞാൻ പണ്ടൊക്കെ പറയായിരുന്നു, VS അച്യുതാനന്ദൻ ഒരു മീറ്റിങ്ങിലേക്ക് കയറി വരുമ്പോൾ ഈ ആളുകളിങ്ങനെ ബലൂൺ വീർക്കുന്ന പോലെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന്. അതുപോലെ വളരെ ഈ സക്രിയമായിട്ടുള്ള പിണറായി വിജയനെ അങ്ങ് കണ്ണൂരേക്ക് പറഞ്ഞു വിടാൻ, പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വലിയൊരു ജനസഞ്ചയം, അതാണ് UDFൻ്റെ ജാഥയിലെ ഏത് പൊതുയോഗങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നിറഞ്ഞു ഒഴുകുന്ന ജനസഞ്ചയം, അതാണ് UDFൻ്റെ ജാഥയുടെ പ്രത്യേകത. മറുവശത്ത് LDFൻ്റെ ജാഥയുടെ അവസ്ഥ എന്താ? LDFൻ്റെ ജാഥയിൽ പങ്കെടുക്കുന്നത് മുഴുവൻ ഈ മരിച്ച മനുഷ്യരാണോ എന്ന് നമുക്ക് തോന്നും. LDFൻ്റെ ജാഥയിൽ പങ്കെടുക്കുന്നത് മനുഷ്യരാണോ അതോ യന്ത്രങ്ങളാണോ എന്ന് നമുക്ക് സംശയം തോന്നും. LDFൻ്റെ ജാഥയിൽ പങ്കെടുക്കുന്നത് ഒരു വികാരവുമില്ലാത്ത നിർവികാരമായിട്ടുള്ള, ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തോൽക്കാൻ പോവുകയാണെന്നുള്ള ആ വികാരം ഇങ്ങനെ ആശങ്കയായി മനസ്സിൽ കിടന്നിങ്ങനെ മഥിക്കുന്ന ജനങ്ങളാണ് അതിനകത്ത് പങ്കെടുക്കുന്നത് നമുക്ക് തോന്നുന്നു. നമ്മൾ കൈരളി ചാനലൊക്കെ ഇടയ്ക്ക് ഞാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ വലിയ ആഘോഷം, വലിയ കാവടി, വലിയ ബാൻഡ് മേളം, കുറേ ചുവപ്പ് ഷർട്ടൊക്കെ ഇട്ട് കാക്കി പാൻ്റൊക്കെ ഇട്ട കുറച്ച് ആളുകൾ ചെണ്ട കൊട്ടിക്കൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു. അതിൻ്റെ പുറകെ കുറേ ആളുകൾ ഇങ്ങനെ നടന്ന് നീങ്ങുന്നു, കുറേ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് കേട്ടോ, ഞങ്ങൾക്ക് പാർട്ടി സർക്കുലർ കിട്ടിയതുകൊണ്ട്, ഞങ്ങൾക്ക് ഗോവിന്ദൻ്റെ സർക്കുലർ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഞങ്ങളെ ഇവന്മാർക്കൊന്നും വോട്ടോ ചെയ്യാനൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഇവന്മാരെ തോപ്പിക്കാനേ വോട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇവന്മാർക്കെതിരെ പരസ്യമായി ഒന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം പറഞ്ഞാൽ ഞങ്ങളുടെ കൈയും കാലും പോവും, പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ തലയും പോവും. അതുകൊണ്ട് ഞങ്ങളോട് വിഷമമൊന്നും തോന്നരുത് കേട്ടോ എന്നുള്ള മുഖഭാവത്തോടു കൂടി ഇരിക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യർ. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു തുറന്ന ജീപ്പിൽ ഗോവിന്ദൻ്റെ പൊട്ടത്തരം മണ്ടത്തരമൊക്കെ അറിയാം. കൃത്രിമ ചിരി, ഈ ചിരിയല്ല, ഗ്രിൻ ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ഇളിച്ച് കാണിക്കുകയല്ലേ, അതും കാണിച്ചുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ പൊക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന കുറേ നേതാക്കന്മാർ. ഇതാണ് LDFൻ്റെ ജാഥ. ആ ജാഥയിൽ വരുന്ന 90% ആളുകൾ അവർക്ക് വോട്ട് ചെയ്യില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട, ഒരു സംശയം എനിക്കില്ല ആ കാര്യത്തിൽ. കുറേ യന്ത്രം ചലിപ്പിക്കുന്ന കുറേ മനുഷ്യർ. നമ്മൾ ഈ ബാൻഡ് അടിക്കുന്ന ചില കളിപ്പാട്ടങ്ങൾ കാണുകയില്ലേ പിള്ളേർക്ക്, അതിങ്ങനെ നമ്മൾ കീ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ നേരം ബാൻഡിനിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, അത് കഴിയുമ്പോൾ നിൽക്കും എന്ന് പറഞ്ഞതുപോലെ തോന്നും നമുക്ക് ഈ ബാൻഡ് മേളമൊക്കെ നമുക്ക് കാണുമ്പോൾ.
ഇനി യു ഡി എഫിൻ്റെ ജാഥയിൽ ജനബാഹുല്യമാണെങ്കിൽ, യു ഡി എഫിൻ്റെ ജാഥയിൽ തിങ്ങി നിറഞ്ഞ ചിന്തിക്കുന്ന ചോരയൂട്ടമുള്ള ജനങ്ങളെയാണ് കാണുന്നതെങ്കിൽ, യു ഡി എഫിൻ്റെ അല്ലെ എൽ ഡി എഫിൻ്റെ ജാഥയിൽ പല യോഗങ്ങളിലും പിന്നെ കസേര മാത്രമേ കാണുന്നുള്ളൂ. കസേരയിൽ ആളില്ല. കാസർഗോഡ് തന്നെ പിണറായി വിജയൻ്റെ പ്രസംഗം കഴിച്ചപ്പോൾ ആളുകൾ ഒഴുകി പോയി. കാരണം പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ നിന്നെങ്ങാനും ഇറങ്ങിപ്പോയാൽ അവൻ്റെ കൈയും കാലും നാളെ കാണില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് പിന്നെ പിണറായി വിജയൻ്റെ പ്രസംഗം കേട്ടു, അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ജോസ് കെ മാണിയുടെ ജാഥയുടെ സമാപനം കണ്ടു കലൂരിൽ. കലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CPM-ൻ്റെ വലിയ ശക്തി കേന്ദ്രമാണ് കലൂർ. അതിൻ്റെ സമാപന യോഗത്തിൽ പിന്നെ നൂറുകണക്കിന് കസേരകൾ, ഇങ്ങനെ വെള്ള കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ആ ഒഴിഞ്ഞ കസേരകളോട് ജോസ് കെ മാണി പറയുന്നു, പിണറായി വിജയൻ 3-ാം തവണ ഇതാ അധികാരത്തിൽ കയറാൻ പോകുന്നു. കേൾക്കുന്നത് ഒഴിഞ്ഞ കസേരകൾ. എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. ആളുകൾ ഉള്ളിടത്ത് കുറേ യന്ത്രമനുഷ്യർ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സംസ്ഥാന ജാഥ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 1.5 മാസമേ ഉള്ളൂ. ആ സംസ്ഥാന ജാഥയുടെ സമാപന ചടങ്ങിൽ പോലും നൂറുകണക്കിന് കസേരകൾ ഒഴിഞ്ഞു കിടക്കുക. സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പരിപാടി സംഘടിപ്പിക്കുന്നത് CPM ആണ്. CPM ഒരു സർക്കുലർ ഇറക്കിയിട്ട് ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണ് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടി അണികളുള്ള പാർട്ടി, ആ പാർട്ടിയുടെ ഒരു സംസ്ഥാന ജാഥ തീരുമ്പോൾ, ആ സംസ്ഥാന ജാഥ തീരുമ്പോൾ കസേരകൾ മാത്രം എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിഭീകരമല്ലേ ആ അവസ്ഥ? അതുകൊണ്ട് ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾ, വളരെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതിന് വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട അതൊന്നും മനസ്സിലാക്കാൻ. ഇത് പ്രതിഫലിപ്പിക്കുന്നത് പിണറായി വിജയന് ധർമ്മടത്തേക്കുള്ള ടിക്കറ്റ് ഈ കേരളത്തിലെ ജനങ്ങൾ, ഇടതായാലും വലതായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും എല്ലാവരും കൂടെ ചേർന്ന് പിണറായി വിജയന് ധർമ്മടത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് ഈ ഗവൺമെൻറ്റിനോടുള്ള ഈ ജനങ്ങളുടെ ബോധ്യം എന്താണ് എന്നുള്ളത് ആണിത് പ്രതിഫലിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തീർന്നു എന്ന്, പിണറായി വിജയൻ്റെ ഈ ക്രൂരവുമായിട്ടുള്ള നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള 10 വർഷത്തെ ഭരണം അവസാനിച്ചു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രതിഫലനമാണ് UDFൻ്റെ മാത്രമല്ല LDFൻ്റെ ജാഥയും എന്ന് വിളിച്ചു പറയുന്ന വിഷ്വൽസാണ് ഇത് സംബന്ധിച്ച് സാധാരണക്കാരൻ ആരും നോക്കിക്കഴിഞ്ഞാലും അവർക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക.